ഇതിന്റെ തൊട്ടടുത്ത് അതായത് ഈ കാണുന്ന ഒരു ദൂരം ഒന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും കൊല്ലാണ്. അവളുടെ അച്ഛനെ തന്നെ കൊന്നത് ഇവരാണെന്നുള്ള സംശയം. ഇവിടെ കല്യാണത്തിന് മുമ്പേ അവൾ പ്രശ്നക്കാരിയാണ്. അല്ലെങ്കിൽ ഒരു അസുഖമില്ലാത്ത മനുഷ്യനാണ് പിറ്റേ രാവിലെ മരിച്ചെന്ന് പറയും. ഒരു വാൽജും തൂക്കിയാണ് രാവിലെ ഇറന്ന് പോണത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കെട്ടുകണക്കിന് പൈസ കൊടുക്കണം. കണ്ടില്ല ഈ മിഷീന്റെ സൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിരിക്കാം, അല്ലെ ഞാൻ വളർത്തി തരാം. നാടിനെ വലിയ വിഷമത്തിലാക്കിയ ഒരു സംഭവം. ഒരു കുരുന്നിന്റെ ജീവൻ അപഹരിച്ചത് സ്വന്തം അമ്മയാണെന്ന്, അതായത് ശ്രീതു ആണെന്ന് നാട്ടുകാർ അന്ന് മുതലേ പറയുന്നു. ഇപ്പോ DNA ടെസ്റ്റ് വരുമ്പോ അച്ഛൻ, ഈ കുഞ്ഞിന്റെ അച്ഛനായിട്ട് നിന്ന് ശ്രീജിത്തിന്റേതല്ല എന്ന് വരുന്നു DNA ടെസ്റ്റ്. പോലീസ് അന്ന് മുതലേ ശ്രീതുവിനെ സംരക്ഷിക്കുന്നു എന്നാണ് നാട്ടുകാർ. എന്താണ് ഇപ്പൊ ഈ കേസിനെ കുറിച്ച് പറയുന്നത്? ഈ കേസിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇത് ആദ്യമേ നമ്മൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അവളുടെ അച്ഛനെ തന്നെ കൊന്നത് ഇവരാണെന്നുള്ള സംശയമുണ്ട്. അവളെ അച്ഛൻ മരിച്ചതെന്ന് വെച്ചാൽ ഒരു സുഖമില്ലാതെ ഇരുന്ന ആളാണ്. അസുഖമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെയാണ് അറിയണത് ഹാർട്ടിന്റെ അസുഖം, ക്യാൻസർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അസുഖമില്ലായിരുന്നു. അത് ഇങ്ങനെ പല സംശയങ്ങളും നമുക്കുണ്ട്. ഈ കൊച്ചിനെ അതുപോലെ തന്നെ കൊച്ചിനെയും പിന്നെ അവളെ സഹോദരനെല്ലാം എടുത്തിട്ടുള്ള ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോ ഈ പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് അവർ അംഗീകരിച്ചിട്ടില്ല. അവര് പിന്നെ ഇങ്ങനെ പിന്നെ പല കേസുകളും കൊണ്ട് കൊണ്ടുപോയി. ഇപ്പൊ അത് തെളിഞ്ഞു വന്നതിന് വലിയ ഉപകാരമാണ്. അങ്ങേര് കൂടെ വരക്കില്ലായിരുന്നു. അങ്ങേരമായിട്ട് ഇവള് പ്രശ്നക്കാരിയാണെന്ന് ആദ്യമേ നമുക്കറിയാം. ഇവള് ആദ്യമേ പ്രശ്നക്കാരിയാണ്. ഇവളെ കല്യാണത്തിന് മുമ്പേ അവൾ പ്രശ്നക്കാരിയാണ്. അങ്ങനെ ആദ്യം പഠിച്ചോണ്ടിരുന്ന കാലത്തെ അവള് വശക്കേടാണ്. ഈ അവർ ഇവിടെയല്ല താമസിച്ചത്, അപ്പുറത്താണ് താമസിച്ചത്. ഇവർക്ക് വാടകയ്ക്ക് വന്നതാണ് ഇവിടെ. അപ്പൊ അതിനു മുമ്പേ അവർ നമുക്കറിയാം. ഇത് അപ്പുറത്തുള്ള പാർട്ടിയല്ലേ. അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ സഹോദരനായിട്ടുണ്ടെന്നും കൂടിയാണ് പറയുന്നത്. എന്താണ് അവർ പറയണത്? അത് അവള് പറയണത് നമുക്കറിഞ്ഞൂടാ അതിനെ പറ്റി. പക്ഷെ അവളാണ് ഇത് അവളെ അമ്മയും ഇതിന്റെ കൂട്ടാണ്. അവളെ അമ്മയും ഇതിന്റെ കൂട്ടാണ്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്ന അമ്മയ്ക്കും അച്ഛനും അറിഞ്ഞൂടെ? ഇതെന്തോ പ്രശ്നം അറിഞ്ഞപ്പോഴാണ് തന്തിയനെ അടിച്ചു കൊന്നത്. തന്തിയെ മലയ്ക്കുമ്പോൾ തന്തിയനെ അടിച്ചു കൊന്നതാണ് അവർ. എതിരെ നിന്നിരിക്കും. അല്ലെങ്കിൽ ഒരു അസുഖമില്ലാത്ത മനുഷ്യനാണ് പിറ്റേ രാവിലെ മരിച്ചെന്ന് പറയാം. കുഞ്ഞു മരിച്ചത് അവിയ ബന്ധങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇവിടെ നിന്ന് കാറിലൊക്കെ പോവുമായിരുന്നു. കാറിൽ ഒന്നീ ആട്ടയില് ഇങ്ങനെയൊക്കെയാണ് പോണത്. അവള് എന്ത് ജോലി കിട്ടിയെന്നുള്ളത് നമുക്ക് അറിഞ്ഞോളാം. പറഞ്ഞത് ഇവിടെ ദിവസം പോലെ ജോലി കിട്ടിയെന്നാണ് പറഞ്ഞത്. ഒരു വാൽജും തൂക്കിയാണ് രാവിലെ ഇറന്ന് പോണത്. പിന്നെ ഈ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് ഭഗവാന്റെ മാത്രമേ അറിയാവൂ. നമ്മൾ അന്നേ ഇത് സംരക്ഷിച്ച് നമ്മൾ ഇത് കാരണം വിവരം അറിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീധുവിന്റെ വഴിവിട്ട ബന്ധങ്ങൾ തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അന്നേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമായി വരികയാണ്. എന്താ തോന്നുന്നത് ആ വാർത്ത? കരികുമാറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂലെന്ന് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ്. അവനെ കൊണ്ട് അത് പറ്റൂല ഒറ്റയ്ക്ക്. അത് അന്നും ഇന്നും നാട്ടുകാരും എല്ലാരും പറയുന്ന സംഭവമാണ്. ശ്രീധുവിനെ കൊണ്ട് ഇത് പറ്റുള്ളൂ. അത് സത്യം. ഇതിന്റെ പിന്നിൽ ശ്രീധു തന്നെയാണ്. ഇതിന്റെ തൊട്ടടുത്ത്, അതായത് ഈ കാണുന്ന ഒരു ദൂരം ഒന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് ഒരു അമ്മ എന്നുള്ള രീതിക്ക് പറയുന്നത്. എന്താ തോന്നുന്നേ? അവളെ കിട്ടിയ അവളെ കൊല്ലണം. ഈ നാട്ടിലായിട്ട് നടക്കാത്തത്, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ ഇവിടെ ആയതുകൊണ്ട് നടക്കും. ഈ ഓട്ടോക്കാരൊക്കെ വന്നിട്ട് പോകുന്ന കാര്യത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. പുറത്ത് അന്വേഷിച്ചപ്പോൾ രാവിലെ കൊണ്ടുപോകണുണ്ട്. അത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. സ്ഥിരമായിട്ട് കൊണ്ടുപോകണം, ആട്ടയിൽ കൊണ്ടുപോകണം. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കൊച്ചിന്റെ അടുത്ത്, എവിടെയാണ് പോണേന്ന് ചോദിച്ചിട്ടുണ്ട്. പറയൂല. അപ്പൊ നമുക്ക് മനസ്സിലാവും അമ്പലങ്ങളിലായിരിക്കുമല്ലോ പോണതെന്ന് ചിന്തിക്കും. ഞായറാഴ്ച ദിവസമൊക്കെ ആകുമ്പോ അമ്പലങ്ങളിലായിരിക്കുമല്ലോ. പക്ഷെ ഓട്ടോക്കാര് ഇപ്പോഴാണ് കുറച്ച് നാളുകൊണ്ട് ഇവിടെ വരാത്തത്. കടം കൊടുക്കാനും അതെന്തോന്ന് കാര്യം അന്വേഷിച്ചിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരാളിന് ഒരു പൈസ കൊടുക്കുമ്പോ നമ്മൾ കാര്യം അന്വേഷിക്കുമല്ലോ. ഒന്ന് വീട് വയ്ക്കും, ഒന്ന് വിദ്യാഭ്യാസം, ഒന്ന് കല്യാണം. ഇത് മൂന്നും അല്ലാത്ത പക്ഷം നമ്മൾ അന്വേഷിക്കുള്ളൂ. പൈസ എന്തിനാണ് വാങ്ങുന്നത്? ഇത് മൂന്നും ആ കുട്ടിയുടെ വീട്ടിലില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കെട്ടുകണക്കിന് പൈസകൾ കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പോഴേ ചോദിക്കും ഞങ്ങൾക്ക് തരാത്തോണ്ടാണ്. നല്ല ഞങ്ങൾക്ക് തരാത്തോണ്ടല്ല, ഒരു പരിധിക്കപ്പുറം പൈസ കൊടുക്കുന്ന എന്ത് ബന്ധത്തിലെന്ന് സാമാന്യം മനസ്സിലാക്കേണ്ട ബുദ്ധിയില്ലേ? എന്തിനാണ് ഈ പൈസ ഇങ്ങനെ കൊണ്ട് കെട്ടുകണക്കിന് കൊടുക്കണം? ഒന്നേ കൊച്ചിന് കല്യാണ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് അത് ചിന്തിക്കാം. ഇന്ന ആവശ്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ പഠന ആവശ്യം. അത് കുഞ്ഞു കുട്ടികളല്ലേ രണ്ടുപേരും. അതൊന്നുമല്ല. കെട്ടുകണക്കിന് പൈസയൊക്കെ ഇവിടെ കൊണ്ടാണോ കൊടുക്കുന്നത്? ഇവിടെ കൊണ്ട് സന്ധ്യക്കാണ്. ചിലപ്പോ ഞാൻ ഇവിടെ തച്ചോണ്ടിരിക്കണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
ഓപ്പോസിറ്റ് ഒത്തുപരം തുറന്നു നോക്കുമ്പോൾ തുറക്കാൻ തന്നെ കാണാമല്ലോ, തൊട്ട് താഴെ ഇങ്ങോട്ടാണല്ലോ. എന്തായാലും കാണണമെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങകത്ത് പോകും. കണ്ടില്ല, ഈ മെഷീന്റെ സൗണ്ട് ഇല്ലെങ്കിൽ അവരോട് വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിട്ട് പൈസ കൊണ്ട് കൊടുക്കണം കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ വലിയ ബന്ധങ്ങളുള്ളതായിട്ടാണല്ലോ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ബന്ധങ്ങള് വേറെ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും ജോലി എങ്ങനെ കിട്ടി? അതിലൊരു ഉദ്യോഗസ്ഥര് കാണുമായിരിക്കുമല്ലോ, ഉണ്ടെങ്കിലല്ലേ ഇതിലുള്ള ഇങ്ങനെയുള്ള ബാക്കിയുള്ള രേഖകൾ സർട്ടിഫിക്കറ്റുകളെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പോയി ചോദിച്ചാൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരുമോ? ഇല്ല. ഞാൻ അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലല്ലോ, പിന്നെ വിദ്യാഭ്യാസം ഇല്ല. അതേ അതിൽ ജോലിയിലിരിക്കുന്നവര് സപ്പോർട്ട് ചെയ്ത് കാണുമല്ലോ, ചെയ്തായിരിക്കുമല്ലോ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പോയിട്ടൊരു അല്ലാതെ തന്നെ നമ്മളൊരു വില്ലേജിൽ പോയ ഒരു പേപ്പറിന് വേണ്ടി പോയാൽ നമുക്ക് അവിടെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം പെട്ടെന്ന് നടക്കും. ഇല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം പോകണം? ഒരിക്കൽ പോവേണ്ടടുത്ത് 5 പ്രാവശ്യം പോയാൽ ഈ കുട്ടിക്ക് പോയ ഉടനെ സാധിക്കണ കാര്യം എന്താണ്? അത് ആളിന്റെ സ്വാധീനം കൊണ്ട്. നമ്മളാരും പോയിട്ടൊന്നും തരുന്നില്ലല്ലോ. അപ്പൊ പുറത്തു പറയാൻ പറ്റാത്ത രീതിക്കുള്ള ആ കുട്ടിയുടെ ബന്ധം കാണും. നമ്മള് പാവങ്ങളല്ലേ, ഇപ്പൊ ടിവിയിൽ കാണുന്നു, അല്ലെങ്കിൽ അതിൽ കാണുന്നു, വീഡിയോയിലെടുത്ത് തുറക്കുമ്പോ അതിൽ കാണുന്നു. അതിന് വേണ്ടിയിട്ടാണെന്നാണ് ഉച്ചിക്കുന്നത്. പിന്നെ എന്താണ് ഇത് ഈ നാട്ടുകാർ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത്ര വിവരമില്ലാത്ത ആളുകളുണ്ടോ? അത്ര വിവരമില്ലാത്ത ആളുകളുണ്ട്. ഈ കൊച്ചിന് ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന്. കൊച്ചിനെ നല്ല ലാളിക്കണ ഒരു കുട്ടിയുമാണ്. അങ്ങനെ അടിക്കണേന്ന് ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അടിക്കണ കണ്ടിട്ടില്ല. എപ്പോഴും എടുത്ത് വെച്ചും കളിപ്പിച്ചും ഡ്രസ്സുകളായാലും ഇട്ട് കൊടുത്തും ഒക്കെയാണ്. ഇത് എങ്ങനെയാണ് ഇത് പറ്റി എന്നുള്ളത് അറിയില്ല. ഒരു അമ്മയ്ക്ക് പറ്റുമോ അങ്ങനെ ഒരു ചിന്ത? എങ്ങനെ പറ്റുന്നില്ലേ? പറ്റുമായിരിക്കും. രണ്ടിത് കാണുമായിരിക്കും. അമ്മ എന്നുള്ള ഇതും കാണുമായിരിക്കും. രണ്ട് മനസ്സ് കാണുമായിരിക്കും. പിന്നെ അങ്ങനെ ഒരു ചിന്ത കാണുമ്പോഴത്തേക്ക് അമ്മ എന്നുള്ള അഭിനയം, അത് കഴിയുമ്പോൾ ക്രൂരതയുള്ള. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു സ്ത്രീക്ക്? 2 വയസ്സുകാരി എടുത്ത് ഇങ്ങനെ ആ ഒരു മാനസിക വികാരം ഭയങ്കരമല്ലേ? കേട്ട എല്ലാ അമ്മമാരും തകർന്ന് ഇരുന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണെന്ന്. നമുക്ക് പിന്നെ അത് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റും ആർക്കായാലും. ഞാനായാലും ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത് അങ്ങനെ അങ്ങ് നടന്നു വേണ്ട ഇത് ആയ കൊച്ചല്ലല്ലോ. എന്നാലും ഈ ഇടവഴിയല്ലേ, തുറന്നല്ലേ കിടക്കണം. അപ്പൊ അത് പോയി. എന്റെ ഉള്ളിലും അങ്ങനെയാണ്. താഴോട്ട് അങ്ങനെ പോയി. അത് രാവിലെ അവര് കഥ തുറന്നപ്പോ പോയി എന്നുള്ള ചിന്ത. ഇത് ചിന്തിച്ചിട്ടേ ഇല്ല. ഈ കിണറ്റിലിടുന്നത് ചിന്തിച്ചിട്ടേ ഇല്ല. ഇത് പറയുമ്പോൾ തന്നെ ചേച്ചിട്ട് ആ കണ്ണ് നിറയുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇത്ര ഒരു ക്രൂര കൃത്യം ചെയ്ത് എവളെ കയ്യിൽ ഇവിടെ ചോദ്യം ചെയ്യാനോ മറ്റാനോ കൈ കിട്ടിയാ ശരിയാക്കുമോ നാട്ടുകാര്? ശരിയാക്കുമെന്ന് എനിക്ക് പറയാം. ചേച്ചി ഒന്ന് പൊട്ടിക്കോ? പൊട്ടിക്കാൻ തരൂല അവര്. കിട്ടിയാ ഒന്ന് പൊട്ടിക്കും. എന്തായാലും കിട്ടിയാ കൊടുക്കും. അവളാ നമ്മള് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്റെ 2 മക്കളും വെളിയിലാണ് പഠിക്കുന്നത്. പക്ഷെ എനിക്ക് സമയം പോകാത്തപ്പോ ഞാൻ ഇത് കള്ള ഇതല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വളർത്തി തരാം. അത് മാമിയിലെ സാമ്പത്തികം ഉണ്ടോ കല്യാണം? അല്ല, പഠനം മാത്രം. ബാക്കിയുള്ളത് ഞങ്ങൾ പിന്നെ ചിന്തിക്കുള്ളൂ. പഠനം പഠിപ്പിച്ച് വിടാം, ഇത് വേണ്ടെങ്കിൽ തന്നു തരൂല്ല. അവരങ്ങനത്തെ രീതിയിലല്ല വളർത്തി വന്നത്. പക്ഷെ എങ്ങനെയാണ് വീണ്ടും ഇത് ചിന്തിക്കാൻ പറ്റില്ല, ഇവര് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പം ഈ സഹോദരനുള്ള ഈ വഴിവിട്ട ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരാളുമായിട്ടുള്ള ബന്ധമായിരിക്കാം. ഈ സത്യം പുറത്തു രീതിയിൽ തന്നെയാണ് നാട്ടുകാർ. കുറച്ചെങ്കിലും DNA ടെസ്റ്റിൽ മാത്രം പുറത്തു വേറെ ഒരുപാടൊന്നും കാണാൻ പറ്റില്ല.